വെൽക്കം ടു ഇൻസ്പയർഡ് PSC 2024 ജൂൺ മാസത്തെ PSC ബുള്ളറ്റിനിൽ വന്ന ആനുകാലിക വാർത്തകളൊന്ന് നോക്കാം. അപ്പോൾ 1946 സ്ഥാപിതമായ കാൻ ഫിലിം ഫെസ്റ്റിവലിനെ പറ്റിയാണ് ആദ്യ വാർത്ത. ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് 2024 നടന്ന കാൻ ഫിലിം ഫെസ്റ്റിവൽ വളരെ പ്രാധാന്യമേറിയതാണ്. ഫെസ്റ്റിവലിൽ 3 പുരസ്കാരമാണ് ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞത്. അപ്പം പുരസ്കാരത്തിൻ്റെ വാർത്തകളിലേക്ക് നോക്കാം. ഫ്രാൻസിലെ കാനിൽ എല്ലാ വർഷവും മെയ് മാസമാണ് ഈ കാൻ ഫിലിം ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരം, കാൻ ഫിലിം ഫെസ്റ്റിവലിലെ ഉയർന്ന പുരസ്കാരം എന്ന് പറയുന്നത് പാംഡിയൂർ പുരസ്കാരമാണ്. ഇത് ലഭിച്ചിരിക്കുന്നത് അനോറ, സീൻ ബേക്കർ സംവിധാനം ചെയ്ത അനോറയ്ക്കാണ് ഈ പ്രാവശ്യത്തെ പാംഡിയൂർ പുരസ്കാരം ലഭിച്ചത്. ഇനി ഫെസ്റ്റിവലിലെ സെക്കൻഡ് ഹയസ്റ്റ്, രണ്ടാമത്തെ ഉയർന്ന പുരസ്കാരമാണ് ഗ്രാൻഡ് പ്രീ പുരസ്കാരം. ഇത് പായൽ കവാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രമാണ് 77ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായത്. ഞാൻ പറഞ്ഞു, ഏറ്റവും വലിയ രണ്ടാമത്തെ പുരസ്കാരമാണിത്. 30 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഷാജി എൻ കരുണിൻ്റെ സ്വം ആണ് ഇതിനു മുൻപ് മത്സരിച്ചിട്ടുള്ളത്. അപ്പോൾ പായൽ കവാഡിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു അഭിമാനകരമായ ഒരു നിമിഷമായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് നമ്മൾ ഗ്രാൻഡ് പ്രീ പുരസ്കാരം ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ലഭിക്കുന്നത്. അതും പായൽ കവാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കുക. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പിയർ ആൻജിനോ എക്സലൻസ് ഇൻ സിനിമാറ്റോഗ്രാഫി പുരസ്കാരം ലഭിച്ച ഛായാഗ്രാഹകനാണ് സന്തോഷ് ശിവന്. ഇതും പ്രാധാന്യമാണ്, കാരണം ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഏഷ്യക്കാരനാണ് സന്തോഷ് ശിവൻ. ഓർത്തു വെക്കുക, സിനിമാറ്റോഗ്രാഫി ഛായാഗ്രാഹകന് നൽകുന്ന പുരസ്കാരമാണ് പിയർ ആൻജിനോ എക്സലൻസ് പുരസ്കാരം. നെക്സ്റ്റ് എന്ന് പറയുന്നത് കാൻ ചലച്ചിത്ര മേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം. ഇത് അൺസർട്ടൈൻ വിഭാഗത്തിലാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. പുരസ്കാരം അനസൂയ സെൻഗുപ്തയ്ക്കാണ് ലഭിച്ചത്. ദ ഷെയിംലെസ് എന്ന മൂവിയിൽ അഭിനയിച്ച അനസൂയ സെൻഗുപ്തയാണ് ഇന്ത്യയിൽ ഈ പുരസ്കാരം നേടുന്ന, അതായത് അൺസർട്ടൈൻ വിഭാഗത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് ആര്? അനസൂയ സെൻഗുപ്ത. ഉന്മാദ് സാംസ്കാരിക പ്രസ്ഥാനത്തിൻ്റെ ഉന്മാദ് അക്ഷരദക്ഷിണ പുരസ്കാരം ലഭിച്ചത് എഴുത്തുകാരി B. ഇന്ദിരയ്ക്ക്. മണപ്പുറം സമീക്ഷയുടെ രാമു കാര്യാട്ട് അവാർഡ് കഥാകാരൻ M. മുകുന്ദന്. മേജർ രാധിക സെന്നിന് ഐക്യരാഷ്ട്രസഭയുടെ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം. മേജർ രാധിക സെന്ന് കോങ്കോയിലെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ക്ലാസ് സംഘടിപ്പിച്ചതിനും അതുപോലെ കോങ്കോയിലെ മുതിർന്നവർക്ക് ആരോഗ്യ മേഖലയിലും പ്രവർത്തന മേഖലയിലൊക്കെ ക്ലാസ് സംഘടിപ്പിച്ചതിനാണ് UNOയുടെ ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. കേരള സർവകലാശാല അക്വാട്ടിക് ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പിലെ ഗവേഷക സംഘം 212 ഇനം സമുദ്രജീവികളെയാണ് കണ്ടെത്തിയത്. ദേശീയ പ്രതിരോധ അക്കാദമി, നാഷണൽ ഡിഫൻസ് അക്കാദമി കമാൻഡന്റായി വൈസ് അഡ്മിറൽ ഗുരു ചരൺ സിംഗിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 2024 പുരുഷ IPL കിരീടം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്. ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ് തോൽപ്പിച്ചത്. അപ്പോൾ ഫൈനലിന്റെ വേദി MA ചിദംബരം സ്റ്റേഡിയം ചെന്നൈയിൽ വെച്ചായിരുന്നു. ഇതിന്റെ ടൈറ്റിൽ സ്പോൺസർ, IPL കിരീടത്തിന്റെ ടൈറ്റിൽ സ്പോൺസർ ടാറ്റ ഗ്രൂപ്പ്. അപ്പോൾ IPL പുരസ്കാരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ IPLൽ മൂന്നാമത്തെ കിരീടമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നേടിയിരിക്കുന്നത്. 2014ലും 2012ലും ഓൾറെഡി IPL കിരീടം നേടിയിട്ടുണ്ടായിരുന്നു. 2021 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റണ്ണേഴ്സ് അപ്പ് ആയിരുന്നു. ഇനി ഇതിൽ കുറച്ച് പുരസ്കാരങ്ങളുണ്ട്. എമർജിംഗ് പ്ലെയർ ഓഫ് ദ സീസൺ എന്ന് പറയുന്നത് നിതീഷ് കുമാർ റെഡ്ഡിക്കാണ് എമർജിംഗ് പ്ലെയർ ഓഫ് ദ സീസൺ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മൂല്യമുള്ള കളിക്കാരൻ സുനിൽ നരേനാണ് മൂല്യമുള്ള കളിക്കാരൻ. അതുപോലെ ഓറഞ്ച് ക്യാപ്പ്, ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ആളിന് ലഭിക്കുന്നതാണ് ഓറഞ്ച് ക്യാപ്പ്. അത് വിരാട് കോഹ്ലിയാണ്. 741 റൺസായിരുന്നു വിരാട് കോഹ്ലി നേടിയത്. അതുപോലെ പർപ്പിൾ ക്യാപ്പ്, എന്താണ് പർപ്പിൾ ക്യാപ്പ്? കൂടുതൽ വിക്കറ്റിന് നൽകുന്നതാണ് പർപ്പിൾ ക്യാപ്പ്. ഹർഷൽ പട്ടേലിനാണ് 24 വിക്കറ്റ് നേടിയ ഹർഷൽ പട്ടേലിനാണ് പർപ്പിൾ ക്യാപ്പ് ലഭിച്ചത്. കൂടുതൽ സിക്സർ നുള്ള പുരസ്കാരം ലഭിച്ചത് അഭിഷേക് ശർമ്മ. അതുപോലെ കൂടുതൽ 4 ട്രാവിസ് ഹെഡ് ആണ് കൂടുതൽ 4 നേടിയത്. ഫെയർ പ്ലേ പുരസ്കാരം ലഭിച്ചത് ഹൈദരാബാദിനാണ്, സൺറൈസേഴ്സ് ഹൈദരാബാദിനാണ് ഫെയർ പ്ലേ പുരസ്കാരം ലഭിച്ചത്. അതുപോലെ ക്യാച്ച് ഓഫ് ദ സീസൺ രമൻദീപ്. പ്ലെയർ ഓഫ് ദ ഫൈനലിലെ
താരമായിരുന്നു ആര്? മിച്ചൽ സ്റ്റാർക്ക്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. അതുപോലെ ഏറ്റവും പ്രതിഫലമേറിയ താരവും ആരായിരുന്നു? ഈ IPL ഏറ്റവും പ്രതിഫലമേറിയ താരവും മിച്ചൽ സ്റ്റാർക്ക് ആയിരുന്നു. 2023 ജേതാക്കൾ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെന്നൈ സൂപ്പർ കിങ് ആണ്. അപ്പോൾ IPL പുരസ്കാരം ഓർത്ത് വെക്കുക. വിജയ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും, റണ്ണേഴ്സ് അപ്പ് സൺറൈസേഴ്സ് ഹൈദരാബാദുമാണ്. MA ചിദംബരം സ്റ്റേഡിയമാണ് വേദി. ഓക്കെ, അടുത്തത് 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിച്ചത് കെയ്റോസ് എന്ന കൃതിക്കാണ് അർഹമായത്. ജർമ്മൻ എഴുത്തുകാരിയായ ജെന്നി എയർപെൻ ബെക്കിന്റെ നോവലാണ് ഏത്? കെയ്റോസ്. ഇത് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയത് മിഖേൽ ഹോഫ്മാൻ ആണ്. അപ്പോൾ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടുന്ന ആദ്യത്തെ ജർമ്മൻകാരിയാണ് ആര്? ജെന്നി എയർപെൻ ബെക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് പുരസ്കാരം ലഭിക്കുന്ന ആദ്യ പുരുഷ പരിഭാഷകനാണ് മിഖേൽ ഹോഫ്മാന്. അതും കൂടി ഓർത്ത് വെക്കുക. 2023 ലഭിച്ചത് നമുക്കറിയാം ജോർജി ഗോസ്പോഡിനോവ് ആയിരുന്നു. ടൈം ഷെൽട്ടർ എന്ന് പറഞ്ഞ കൃതിക്കാണ് ലഭിച്ചത്. അത് ടൈം ഷെൽട്ടർ ട്രാൻസ്ലേറ്റ് ചെയ്തത് ആഞ്ചല റോഡലാണ്. പിന്നെ 2022 ഇന്ത്യക്കാരിയായ ഗീതാഞ്ജലി ശ്രീയുടെ ടോംബ് ഓഫ് സാൻഡ് രേത്ത് സമാധിക്ക് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് ഡെയ്സി റോക്ക്വെൽ ആയിരുന്നു അന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ 22 ഗീതാഞ്ജലി, 23 ജോർജി ഗോസ്പോഡിനോവ്, 2024 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയത് ആരാണ്? ജെന്നി എയർപെൻ ബെക്ക്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കിരീടം. തുടർച്ചയായി 4ാം തവണയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി കിരീടം നേടുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടേത് 8ാമത്തെ കിരീടമാണിത്. തുടർച്ചയായിട്ട് 4 തവണയും 8ാമത്തെ കിരീടം കൂടെയാണിതെന്ന് ഓർത്ത് വെക്കുക. വെസ്റ്റ് ഹാം യുണൈറ്റഡിനെതിരെയായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റിയുടെ വിജയം. അതുപോലെ ഇതിൽ EPL ആഴ്സണലാണ് സെക്കൻഡ് പൊസിഷനിൽ വന്നിരിക്കുന്നത്. 2023 ഫിഫ ക്ലബ്ബ് ഫുട്ബോൾ കപ്പ് കിരീടം നേടിയതും മാഞ്ചസ്റ്റർ സിറ്റി ആയിരുന്നു. ജിദ്ദ സൗദി അറേബ്യയിൽ വെച്ച് നടന്ന ഫിഫ ക്ലബ്ബ് ഫുട്ബോൾ കപ്പ് കിരീടം മാഞ്ചസ്റ്റർ സിറ്റിയാണ്. അതുപോലെ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ കിരീടം നേടുന്ന ആദ്യ ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ന ബഹുമതിയും ആർക്കാണ് ലഭിച്ചത്? മാഞ്ചസ്റ്റർ സിറ്റിക്കാണ് ലഭിച്ചത്. അതുപോലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ആദ്യ വനിതാ റഫറി ആയിരുന്നു റബേക്ക വെൽച്ചും എന്നുകൂടെ ഓർത്തു വെക്കുക. അപ്പോൾ വെസ്റ്റ് ഹാം യുണൈറ്റഡിനെതിരെയായിരുന്നു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി വിജയം നേടിയത്. തുടർച്ചയായി 4ാം തവണയാണ് കിരീടം കിട്ടുന്നതും കൂടെ ഓർത്തു വെക്കുക. അടുത്തത് വിരാട് കോഹ്ലി IPL 8000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായി. 8000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമാണ് ആര്? വിരാട് കോഹ്ലി. ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസവും ദേശീയ ടീം നായകനുമായ സുനിൽ ഛേത്രി വിരമിക്കൽ പ്രഖ്യാപിച്ചു. ദേശീയ ടീമിനായി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചതും ദേശീയ ടീമിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചതും ഗോൾ അടിച്ചതും സുനിൽ ഛേത്രിയാണ്. 158 മത്സരത്തിൽ താരം കളിച്ചത് 94 ഗോളാണ് ഇന്ത്യക്ക് വേണ്ടി എടുത്തത്. അപ്പോൾ സുനിൽ ഛേത്രി വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെട്ടി സഖ്യത്തിന് തായ്ലൻഡ് ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിന്റൺ കിരീടം. എന്താണ്? തായ്ലൻഡ് ഓപ്പൺ സൂപ്പർ 500 ബാഡ്മിന്റൺ കിരീടം നേടിയത് സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യമാണ്. ഇതുപോലെ 2023 ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം നേടിയത് ഡബിൾസിൽ കിരീടം നേടിയത് സാത്വിക് സായിരാജ് രംഗിറെഡ്ഡിയും ചിരാഗ് ഷെട്ടി സഖ്യമാണെന്നും കൂടെ ഓർത്തു വെക്കുക. ഗോപി ചന്ദ് തോട്ടക്കുറ ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദ സഞ്ചാരിയായി. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യൻ പൗരനാണ് ആര്? ഗോപി തോട്ടക്കുറ. അപ്പൊ ജെഫ് ബെസോസിന്റെ ബ്ലൂ ഒറിജിൻ നടത്തിയ 7ാമത്തെ ദൗത്യത്തിലൂടെയാണ് ആദ്യ ഇന്ത്യൻ വിനോദ സഞ്ചാരിയായ ഗോപി ചന്ദ് തോട്ടക്കുറ ആരുടെ ദൗത്യത്തിലൂടെയാണ് ബഹിരാകാശത്തെത്തിയത്? ജെഫ് ബെസോസിന്റെ ബ്ലൂ ഒറിജിൻ നടത്തിയ ദൗത്യമാണ്. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ പൗരനാണ് ആര്? ഗോപി ചന്ദ് തോട്ടക്കുറ. കാമ്യ കാർത്തികേയൻ ആരാണ്? കാമ്യ കാർത്തികേയൻ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ. ലോകത്തിലെ 2ാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയും ആരാണ്? കാമ്യ കാർത്തികേയനാണ്. ഇനി ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ T20 കാറ്റഗറി 400 മീറ്റർ ഇനത്തിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ദീപ്തി ജീവൻജി സ്വർണം നേടി. അപ്പോൾ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഇത് T20 കാറ്റഗറി എന്ന് പറയുന്നത് ബുദ്ധിപരമായിട്ട് വെല്ലുവിളി നേരിടുന്നവർക്കുള്ള ഒരു വിഭാഗമാണ് T20 വിഭാഗം. ഇതിലാണ് ദീപ്തി ജീവൻജി
മത്സരിച്ചത്. അതിൽ 400 മീറ്ററിലാണ് സ്വർണം നേടിയിരിക്കുന്നത്. അപ്പോൾ 2024 പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ചോദിച്ചാൽ അത് ജപ്പാനിലെ കോബയാണ്, കോബ. അപ്പോൾ ദീപ്തി ജീവൻജി സ്വർണമാണ് നേടിയത് 400 മീറ്റർ ഇനത്തിൽ. ഇന്ത്യയുടെ വനിതാ ബാഡ്മിന്റൺ താരം ഒളിമ്പ്യൻ PV സിന്ധു വനിതാ സിംഗിൾസിൽ 452 ജയങ്ങൾ കുറിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയായി മാറിയിട്ടുണ്ട്. PV സിന്ധു 452 ജയങ്ങളാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് കളിച്ച് ജയിച്ചത്. അതുകൂടെ ഒന്ന് ഓർത്തു വെക്കുക. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. അപ്പം ഇറാന്റെ പുതിയ ആക്ടിംഗ് പ്രസിഡന്റാണ് മുഹമ്മദ് മൊക്ബർ ആണ് ഇപ്പം ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ളത്. അപ്പം ഇബ്രാഹിം റൈസിയാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടത്. ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആളാണ് രഘുനന്ദൻ ശ്രീനിവാസ് കാമത്ത്. അപ്പോൾ അദ്ദേഹം അന്തരിച്ചു. ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ, അതായത് ഇന്ത്യയിലെ നാച്ചുറൽ ഐസ്ക്രീം കമ്പനിയുടെ സ്ഥാപകനായിരുന്നു ആര്? രഘുനന്ദൻ ശ്രീനിവാസ് കാമത്ത്. ഓക്കെ, അപ്പം ഇത്രയാണ് ജൂൺ മാസത്തെ PSC ബുള്ളറ്റിനിൽ വന്ന ആനുകാലിക വാർത്തകളാണ് നമ്മളിപ്പം നോക്കിയത്. ആനുകാലിക വാർത്തകളും അതിനോടനുബന്ധിച്ചിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോയിലെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്. സീ യു അഗെയിൻ.